കൊട്ടിപ്പാടുന്ന നാദം, സ്വർഗഭൂമിയിൽ സ്വപ്നം തേടും വ്യഥിത ഹൃദയന്റെ നാദം. അറബ് മണ്ണിൽ അതിരഴാമണൽ കാട്ടിൽ നന്മയുണർത്തുന്ന നാദം. വോയിസ് ഓഫ് സൗദി അറേബ്യ, വോയിസ് ഓഫ് സൗദി അറേബ്യ. ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 68 വയസ്സ് പൂർത്തിയാകുന്നു. 69ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ വർണ്ണാഭമായ കോലാഹലങ്ങൾക്ക് നടുവിൽ ഇന്ത്യ മഹാരാജ്യത്തെ അത്യുന്നത സ്ഥാനത്ത് എത്തിക്കുവാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ നമുക്ക് ആരോഗ്യപരമായി തന്നെ സമീപിക്കാം. വർഗീയതയും ഫാസിസ്റ്റ് ചിന്താഗതിയും മതധ്രുവീകരണവും മാറ്റിവെച്ച് 125 കോടി ജനത ഒരൊറ്റ മനസ്സോടെ സഞ്ചരിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം ഇന്ത്യയായി മാറുമെന്ന പ്രധാനമന്ത്രിയുടെ വ്യാഖ്യാനവും സ്വാഗതാർഹമാണ്. എന്നാൽ ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടുന്ന വാർത്തകളും വിശേഷങ്ങളുമായി പ്രവാസികളോടൊപ്പം യാത്ര ചെയ്യുന്ന അൽമദീന പ്രസൻസ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം. സിറ്റി ഫ്ലവർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് റിയാദ്, ദമാം, ഹഫർ അൽ മതീൻ, ഹെയിൽ, ബുറൈദ, ജുബൈൽ, മനാമ, ബഹ്റിൻ. City Flower Hypermarket, Manila Plaza, Batta, Riyadh. City Flower, you wish it, we have it. Shifa Al Jazeera Polyclinic, Family Clinic and Ikama Baldia Medical Center, Batta, Riyadh. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പേഷ്യന്റ് കെയർ വിഭാഗം ഷിഫ അൽ ജസീറ പോളിക്ലിനിക്. ബഹാർ ഡിറ്റർജന്റ്, truly Arabian and world class. Distributes a wide range of highly reputed brands like detergent powders, soaps, shampoos, laundry aids and household cleaning products. Bahar Detergent all over the kingdom and other GCC countries. Bahar, truly Arabian and truly world class. പുകൾപെറ്റ മലബാറിന്റെ രുചിപ്പെരുമയുമായി ന്യൂ മലബാർ റൈസ് all over the kingdom and other GCC countries. New Malabar Rice and Abu Sana Gold Chocolate. BPL Cargo, unique and leading cargo service in Saudi Arabia. Head office, King South Street, Dammam. Door-to-door logistics, air and sea freight. Expert packing with insurance coverage. All over the Gulf and Asian countries. BPL Cargo. Innovative transportation solution that meets global business demands. ഹോട്ടൽ ബിസിനസ് രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ക്ലാസിക് റെസ്റ്റോറന്റ് റിയാദ് ആൻഡ് അൽഖോബാർ. Party hall, coffee shop, family section. ക്ലാസിക് റെസ്റ്റോറന്റ്, കിങ് ഫഹദ് സ്ട്രീറ്റ്, ഫസ്റ്റ് ക്രോസ്, അൽഖോബാർ ആൻഡ് ബത്ത കമേഴ്ഷ്യൽ സെന്റർ, ബത്ത, റിയാദ്. 34 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിക്കുകയാണ്. എല്ലാ GCC രാജ്യങ്ങളിലെയും ഇന്ത്യൻ പ്രവാസി സമൂഹം ഈ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രവാസികൾക്ക് അനുകൂലമായി എന്തെങ്കിലും വാക്കുകൾ പ്രധാനമന്ത്രി മോഡിയിൽ നിന്ന് ഇന്നുണ്ടാവുമോ എന്നതാണ് നാം എല്ലാവരും ഉറ്റുനോക്കുന്നത്. 60,000-ഓളം വരുന്ന ഇന്ത്യൻ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന പൊതുപരിപാടി ഒരു ചരിത്രമാക്കി മാറ്റുവാൻ പ്രധാനമന്ത്രി മോഡി തന്നെയാണ് മനസ്സ് വയ്ക്കേണ്ടത്. ഭീകരതക്കും തീവ്രവാദത്തിനുമെതിരെയുള്ള മോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് വോയിസ് ഓഫ് സൗദി അറേബ്യ എല്ലാ പിന്തുണയും നൽകുന്നതോടൊപ്പം കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് സ്വന്തം മനസ്സിൽ ഒരു കുറ്റവിചാരണ നടത്തി ആ പാപക്കറകളെല്ലാം UAEയുടെ മണ്ണിൽ കഴുകിക്കളഞ്ഞ് ഇനിയെങ്കിലും ഒരു വിശ്വപൗരനായി മാറണമെന്ന വിനീത അഭ്യർത്ഥനയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിക്കൊണ്ട് അൽമദീന പ്രസൻസ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യ ഇന്നിവിടെ ആരംഭിക്കുന്നു. നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തെ സൗദിയിലെ മലയാളി സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു? സിറ്റി ഫ്ലവർ പ്രസൻസ് കവർ സ്റ്റോറിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനവും ഇന്ത്യൻ പ്രവാസി സമൂഹവും എന്ന വിഷയത്തിൽ ഗൾഫ് ചന്ദ്രികയുടെ ചീഫ് കോർഡിനേറ്റർ ഹമീദ് വാണിമേൽ. മോദിയുടെ സന്ദർശനം ഗൾഫ് ഇന്ത്യൻ വ്യാപാര മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് തന്നെയാണ്.
മൊത്തം UAE പ്രവാസികളിൽ പകുതി 50% ഇന്ത്യക്കാരാണ്. ഏകദേശം 26 ലക്ഷം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് UAE. ആ നിലക്ക് അദ്ദേഹത്തിന്റെ സന്ദർശനം, അതും 34 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. വാണിജ്യ വ്യാപാര മേഖലയിൽ പുതിയ ചുവടുവെപ്പുകൾക്ക് സാധ്യത തെളിയുമെന്നാണ് സന്ദർശനം കൊണ്ട് വ്യക്തമാകുന്നത്. എന്നാൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാന സംഗതി, സന്ദർശനങ്ങൾ ആരവങ്ങളും അലങ്കാരങ്ങളുമായി തീരാതെ മൊത്തം ഇരു രാജ്യങ്ങളുടെയും വ്യാപാര മേഖലയിൽ, അതുപോലെ തന്നെ പരസ്പരമുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിലുമൊക്കെ തന്നെ ഈടുറ്റ എന്തെങ്കിലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന വിധത്തിലാവണം സന്ദർശനം എന്നാണ് പ്രവാസി സമൂഹം പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് നല്ല ഒരു ശതമാനം സാമ്പത്തികമായ സഹായങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തികമായ ഇന്ത്യ രാജ്യത്തിന്റെ വിഭവശേഷിയിലേക്ക് വലിയൊരു പങ്ക് UAE പ്രവാസി സമൂഹത്തിൻ്റെതായിട്ട് ലഭിക്കാറുണ്ട്. അപ്പൊ ആ നിലക്ക് മൊത്തത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രവുമല്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് അറബ് സമൂഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരം സന്ദർശനങ്ങളും അതുപോലെ തന്നെ ചർച്ചകളുമൊക്കെ തന്നെ നമ്മുടെ ലോകത്തിന്റെ സാമൂഹ്യ ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംജാതമാകുന്ന സമീപനങ്ങളാണ്. ആ നിലക്ക് ഈ യാത്ര എന്തുകൊണ്ടും പ്രവാസി സമൂഹവും ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ എണ്ണ കൈമാറ്റങ്ങളിൽ, അതുപോലെ തന്നെ GCCകളിൽ നിന്ന് കാര്യമായി ഇന്ത്യ രാജ്യത്തേക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് എണ്ണ വിപണന രംഗത്തൊക്കെയുള്ള പരസ്പര ധാരണകളും കരാറുകളുമാണ്. അതൊക്കെ തന്നെ നല്ല നിലക്ക് ഒരു പുതിയ ചുവടുവെപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം പ്രവാസി സമൂഹത്തിൻ്റെതായ ചില വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിമാന യാത്രാ കൂലിയുടെ പ്രശ്നം, അതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ അവർ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, ഇതൊക്കെയും നമ്മുടെ ചർച്ചകളിൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന നിലക്ക് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊക്കെ ഈ സന്ദർശനവും ചർച്ചയും എപ്രകാരം കടന്നു ചെല്ലുമെന്ന് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും ഇന്നത്തോടുകൂടി ആ സന്ദർശനത്തിന്റെ സമാപനമാണ്. സമാപനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഔട്ട്പുട്ടാണ് ഉണ്ടായിത്തീരുക എന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല. പറയാൻ സാധ്യതകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി പറയാനുള്ള കാര്യങ്ങൾ. എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയ രംഗത്തെ പ്രമുഖനുമായ ബഷീർ വള്ളിക്കുന്ന് ഇതേ വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നു. 3.5 പതിറ്റാണ്ടിന് ശേഷം, ഏതാണ്ട് 34 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചരിത്രപരമായ ഒരു സന്ദർശനമായിട്ട് നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. വലിയ ആവേശം അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ത്യക്കാരിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബൈലാറ്ററൽ റിലേഷൻസ്, അതുപോലെ തന്നെ വാണിജ്യ വ്യാവസായിക ബന്ധങ്ങൾ, തൊഴിലാളികളുടെ ജോലി സാധ്യതകൾ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിലുള്ള കൂടുതൽ ശക്തി പ്രാപിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഈ സന്ദർശനം കൊണ്ട് ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് മേഖലയിലുള്ള മൊത്തം ഇന്ത്യൻ പ്രവാസി സമൂഹം വളരെ ആവേശത്തോടെ ഇത്തരമൊരു സന്ദർശനത്തെ കാണുന്നു. അപ്പൊ ഇന്ത്യൻ പ്രവാസ ലോകത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെങ്കിൽ അത് ഉപകരിക്കട്ടെ എന്നാണ് ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷയുള്ളത്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനെ ഒരു PR അഭ്യാസം മാത്രമാക്കി മാറ്റി ഒരു പ്രചാരണ അഭ്യാസം മാത്രമാക്കി മാറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തീർച്ചയായും താഴെത്തട്ടിലുള്ള, പ്രത്യേകിച്ചും പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രൂപത്തിലുള്ള പരിഹാരമെങ്കിലും ഉണ്ടാക്കുവാൻ ഈ സന്ദർശനം കൊണ്ട് സാധിച്ചാൽ അതായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഔട്ട്കമായി നമുക്ക് കാണാൻ പറ്റുക.
ഇപ്പോൾ ലേബർ ക്യാമ്പ് സന്ദർശിച്ച ചിത്രങ്ങൾ കണ്ടു, സന്തോഷകരമാണ്. ലേബർ ക്യാമ്പുകൾ അദ്ദേഹം സന്ദർശിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതായിരുന്നാൽ നമ്മൾ കരുതിയിരുന്നത് 3, 4, 3 ടയർ 4 ടയർ തട്ടുകളിലായി നിൽക്കുന്ന ലേബർ ക്യാമ്പുകളുടെ ചിത്രങ്ങൾ ദുബായിലും അതുപോലെ പല സ്ഥലങ്ങളിലുള്ള ഗൾഫ് മേഖലയിലെ കൺസ്ട്രക്ഷൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹം സന്ദർശിച്ച ലേബർ ക്യാമ്പിന്റെ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇട്ട ആളുകൾക്കിടയിൽ ആണ് ഒരു ലേബർ ക്യാമ്പിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പം എന്താണ് അതിന്റെ യഥാർത്ഥ ചിത്രമെന്നറിയില്ല. ഇതുവരെ മാധ്യമങ്ങളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഏതായിരുന്നാലും ഇന്ത്യൻ തൊഴിലാളി സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഗുണപരമായ നയതന്ത്രപരമായ ഇടപെടലുകൾ നടത്തി ഈ കാര്യങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. മാത്രമല്ല ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ Voice of Saudi Arabia. അൽമദീന പ്രസൻസ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യയിൽ അടുത്തതായി സാറാസ് പ്രസൻസ് ന്യൂസ് മീഡിയ സൗദി വാർത്തകൾ. ആതുര സേവന രംഗത്തെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവുമായി ഒരു അത്യാധുനിക ആതുരാലയം. സഫ മക്ക പോളിക്ലിനിക് ആൻഡ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്റർ, ബത്ത റിയാദ്, ഹറ റിയാദ്. Safa Makkah, the satisfaction of complete health care. Click on home appliances, kitchen appliances, lighting devices, entertainment products. Click on electronics and home appliances. Click on make it yours. G-Mart Department Stores, affordable lifestyle shopping, killer offers, Saudi Riyal 10 and 20 Bonanza. Vibrant collections. Hurry up! G-Mart Department Stores, Wazir Complex, King Faisal Street, Bata, Riyadh. നമസ്കാരം. വോയിസ് ഓഫ് കേരള 1152 AM, വോയിസ് ഓഫ് സൗദി അറേബ്യയിൽ വാർത്തകളും വിശേഷങ്ങളുമായി സാറാസ് പ്രസൻസ് ന്യൂസ് മീഡിയ. ഞാൻ ലിൻസി ബേബി. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തി. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹാജിമാരും പുണ്യഭൂമിയിൽ. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യക്കാരനെ സൗദി സുരക്ഷാ വകുപ്പ് പിടികൂടി. രാജ്യത്ത് 800 സ്ഥാപനങ്ങൾ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. വാർത്തകൾ വിശദമായി. ഭക്തിയുടെ നിറവിൽ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘത്തിന് മദീന പ്രിൻസ് മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ന്യൂഡൽഹിയിൽ നിന്നുള്ള എയർ ഇന്ത്യയുടെ A15101 വിമാനത്തിൽ 340 പേരടങ്ങുന്ന ഹജ്ജ് സംഘമാണ് ഇന്നലെ മദീനയിലെത്തിയത്. ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ അംബാസിഡറുടെ ചുമതല വഹിക്കുന്ന ഹേമന്ത് കോട്ടൽവാർ, കോൺസുൽ ജനറൽ BS മുബാറക്, ഹജ്ജ് കോൺസൽ മുഹമ്മദ് അൽ റഹ്മാൻ ഷെയ്ഖ്, മദീന ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഇൻചാർജ് ഷുക്കൂർ പുളിക്കൻ എന്നിവർ സ്വീകരിച്ചു. ഇന്നലെ 2304 ഹാജിമാരാണ് മദീനയിലെത്തിയത്. സൗദി എയർലൈൻസ്, എയർ ഇന്ത്യ, നാസ് എയർവേസ് എന്നീ വിമാന കമ്പനികളാണ് ഇന്ത്യയിൽ നിന്നുള്ള ഹാജിമാരെ സൗദിയിലെത്തിക്കുന്നത്. ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 1.36 ലക്ഷം ഹാജിമാർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘങ്ങൾ മക്കയിലെത്തി. ഭീകരവാദികൾക്കെതിരെ ശക്തമായ തെരച്ചിൽ തുടരുന്ന സൗദി സുരക്ഷാ വകുപ്പ് ഒരു ഇന്ത്യക്കാരനെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി മസ്ജിദുകളിൽ ചാവേർ ആക്രമണങ്ങൾ നടത്തിയ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലായത്. തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കുള്ളതായി സംശയിക്കുന്ന 10 ഇന്ത്യക്കാരെ നേരത്തെ സൗദി സുരക്ഷാ വകുപ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 60 ദിവസത്തിനിടെ 19 രാജ്യങ്ങളിൽ നിന്നുള്ള 413 ഭീകരർ സൗദിയിൽ അറസ്റ്റിലായതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. IS ഭീകരരാണെന്ന് തെളിയിക്കുന്ന രേഖകളും ആയുധങ്ങളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി 19 പ്രൊഫഷനുകളിൽ ഇക്കാമ പുതുക്കുന്നത് വിലക്കിയത് ഇന്ത്യക്കാരെ കാര്യമായി ബാധിക്കില്ല. മാനവശേഷി വിഭാഗം സീനിയർ മാനേജർ, വിവിധ വകുപ്പ് മേധാവികൾ, പേഴ്സണൽ റിലേഷൻസ് മാനേജർ, പേഴ്സണൽ അഫയേഴ്സ് സ്പെഷ്യലിസ്റ്റ്, പേഴ്സണൽ അഫയേഴ്സ് ക്ലർക്ക്, എംപ്ലോയ്മെന്റ് ക്ലർക്ക്, ഷിഫ്റ്റ് റൈറ്റർ, ജനറൽ റിസപ്ഷനിസ്റ്റ്, ഹോട്ടൽ റിസപ്ഷനിസ്റ്റ്, കംപ്ലയിന്റ് റൈറ്റർ, ക്യാഷ്യർ, പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്, കസ്റ്റംസ് ക്ലിയറൻസ് എക്സ്പേർട്ട്, ലേഡീസ് ഷോപ്പ് ജീവനക്കാർ തുടങ്ങിയ പ്രൊഫഷനുകളാണ് പുതുക്കി നൽകാത്തത്. പ്രസ്തുത തസ്തികകളിൽ 1% പോലും ഇന്ത്യക്കാരുടെ ഇക്കാമ ഇല്ലെന്നാണ് വിവരം. വിലക്കേർപ്പെടുത്തിയ പ്രൊഫഷനിലുള്ളവർ മറ്റു തസ്തികകളിലേക്ക് ഇക്കാമ കാലാവധി കഴിയുന്നതിനു മുമ്പ് മാറുന്നതാണ് ഉചിതമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു.
സൗദിയിലെ 800 സ്വകാര്യ സ്ഥാപനങ്ങൾ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചതായി തൊഴിൽ മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ജൂൺ 15-നാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിനുശേഷം നടത്തിയ പരിശോധനകളിൽ 800 സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. ആകെ 1225 ഉച്ചവിശ്രമ നിയമലംഘനങ്ങളാണ് തൊഴിൽ മന്ത്രാലയം രജിസ്റ്റർ ചെയ്തത്. തൊഴിൽ നിയമത്തിലെ 236 വകുപ്പ് പ്രകാരമുള്ള ശിക്ഷാ നടപടികൾ സ്ഥാപനങ്ങൾക്കെതിരെ ചുമത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. മക്കയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ആളൊഴിഞ്ഞ മലഞ്ചെരുവിൽ അനാശാസ്യ പ്രവൃത്തിയിൽ ഏർപ്പെട്ട സംഘത്തെ പിടികൂടി. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സമിതി അംഗങ്ങൾ നടത്തിയ റെയ്ഡിൽ 10 പേരെ കസ്റ്റഡിയിലെടുത്തു. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടുന്ന സംഘത്തെയാണ് കസ്റ്റഡിയിലെടുത്തത്. അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നിരിക്കുന്നതും വിരുന്നിൽ പങ്കെടുക്കുന്നതും നിയമവിരുദ്ധമാണ്. ഇവിടെ മദ്യവും വിളമ്പിയിരുന്നു. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നാണ് അധികൃതർ ഇവരുടെ സങ്കേതം റെയ്ഡ് ചെയ്തത്. ഇതിനിടെ നിരവധി ആളുകൾ ഓടി രക്ഷപ്പെട്ടു. ശീതളപാനീയത്തിന്റെ ബോട്ടിലിൽ വിദേശ മദ്യം നിറച്ചതും ഇവിടെ നിന്ന് പിടികൂടി. കസ്റ്റഡിയിലെടുത്തവരെ കൂടുതൽ അന്വേഷണങ്ങൾക്കായി സുരക്ഷാ ഏജൻസികൾക്ക് കൈമാറിയതായി അധികൃതർ അറിയിച്ചു. KMCC ഹജ്ജ് വോളണ്ടിയർമാരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നാഷണൽ കമ്മിറ്റി ഹജ്ജ് സെൽ വ്യാഴാഴ്ച രാത്രി 9-ന് ജിദ്ദ ഷറഫിയ റോളക്സ് ഓഡിറ്റോറിയത്തിൽ യോഗം ചേരും. ജിദ്ദ, മക്ക, മദീന, തായിഫ്, യാംബു എന്നിവിടങ്ങളിലെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ, ഹജ്ജ് സെൽ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സംബന്ധിക്കണമെന്ന് നാഷണൽ കമ്മിറ്റി ആക്ടിംഗ് ജനറൽ സെക്രട്ടറി റഫീഖ് പാറയ്ക്കൽ അറിയിച്ചു. ഈ മാസം 22-ന് സൗദിയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിവിധ പ്രവിശ്യകളിൽ പ്രചാരണം ശക്തമായി. തെരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ജനകീയ ഭരണസമിതികളെ ഏൽപ്പിച്ചുകൊണ്ടുള്ള സുപ്രധാന ഭരണപരിഷ്കാരം 2005-ലാണ് രാജ്യത്ത് നിലവിൽ വന്നത്. 1263 പോളിംഗ് സ്റ്റേഷനുകളിൽ 424 സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി 69ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യോഗം പ്രസിഡന്റ് കുഞ്ഞിക്കുംബ്ല ഉദ്ഘാടനം ചെയ്തു. സലീം കളക്കര അധ്യക്ഷത വഹിച്ചു. പ്രമോദ് പൂപ്പാല സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മദീനയിലെത്തി. ബംഗ്ലാദേശിൽ നിന്നുള്ള ഹാജിമാരും പുണ്യഭൂമിയിൽ. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഇന്ത്യക്കാരനെ സൗദി സുരക്ഷാ വകുപ്പ് പിടികൂടി. രാജ്യത്ത് 800 സ്ഥാപനങ്ങൾ ഉച്ചവിശ്രമ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. സാറാസ് ന്യൂസ് മീഡിയ വീണ്ടും നാളെ ഇതേ സമയം. ശുഭരാത്രി. Nightmate Mattress. Best quality medical beds and ceramic closets. Lower prices. Delivery at your doorstep. All over Kerala. Payments on delivery. Nightmate Mattress. Authorized dealer Hanin Trading, Kerala. Contacts 00966 5039 50539. Al-Abir Medical Group, Riyadh, Dammam, Jeddah, Makkah and Medina. Strives for perfection, excellence and values in healthcare. Al-Abir Medical Group, large regional healthcare SVS provider in GCC countries. സൗദിയിലെ ശ്രോതാക്കൾക്ക് പുതിയ ശ്രവ്യാനുഭവം സമ്മാനിക്കാൻ വോയിസ് ഓഫ് കേരള 1152 AM-ൽ വോയിസ് ഓഫ് സൗദി അറേബ്യ. Voice of Saudi Arabia. Voice of Saudi Arabia. Al Madina presents City Flower Voice of Saudi Arabia. Grand Mark Dammam presents Family Telequiz. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ, കൈ നിറയെ സമ്മാനങ്ങൾ. ഈ ഉത്സവകാലം ആഘോഷിക്കൂ കലർപ്പില്ലാത്ത കൈപുണ്യത്തോടൊപ്പം. സാറാസിനോടൊപ്പം. സാറാസ് കലർപ്പില്ലാത്ത കൈപുണ്യം. ഒരു അന്ന ഗ്രൂപ്പ് ഉൽപ്പന്നം. രജബ് കാർഗോ. റിയാദ് ബത്തയിൽ രജബ് കാർഗോയുടെ പുതിയ ഷോറൂം ആരംഭിക്കുന്നു. Rajab Cargo, Cargo, Courier and Logistics, India, UAE, Bahrain, Kuwait, Oman, Qatar and Saudi Arabia. സാറാസ് കലർപ്പില്ലാത്ത കൈപുണ്യം. 3.5 പതിറ്റാണ്ട് കാലത്തെ പാരമ്പര്യവുമായി സാറാസ് എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ലഭ്യം. സാറാസ് കലർപ്പില്ലാത്ത കൈപുണ്യം. മാർക്കറ്റഡ് ബൈ AAK Foods, Riyadh. ഗ്രാൻഡ് ഹൈപ്പർ പ്രസൻസ് ഫാമിലി ടെലിവിസിൽ
ഇനി നാം സംസാരിക്കുന്നത് മത സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ മജീദ് ആൻഡ് ഫാമിലിയോടാണ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കറിയാം, വോയിസ് ഓഫ് കേരള 1152 AM, വോയിസ് ഓഫ് സൗദി അറേബ്യ. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, ഗ്രാൻഡ് ഹൈപ്പർ ദമാം പ്രസൻസ് അറിവിന്റെ ലോകം, അതാണ് ഈ പ്രോഗ്രാമിന്റെ പേര്. ഓക്കെ, ഫാമിലി ടെലികിസ് ആണ്. അപ്പോൾ ടീം വർക്കാണ്, നിങ്ങൾക്ക് ഒരുമിച്ച് ആൻസർ പറയാം. ഓക്കെ, അപ്പോ ഈ സൗദി ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ, പുതുതായിട്ട് എന്തെങ്കിലും ഈ മാസം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാനിപ്പോ വെക്കേഷൻ കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ. ലാസ്റ്റ് പരിപാടി എന്താണെന്നുള്ള അറിഞ്ഞിട്ടില്ല. റമദാനിലൊക്കെ സജീവമായിട്ട് പലവിധ പരിപാടികളുണ്ടായിരുന്നു. റമദാൻ ലാസ്റ്റില് നാട്ടിൽ പോയിട്ട് ഇന്നലെ എത്തിയിട്ടുള്ളൂ. അത് ശരി. ഓക്കെ. അപ്പോ സൗദി ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനത്തോടൊക്കെ നമ്മുടെ അന്വേഷണം അറിയിക്കുക ദമാമിൽ. ഓക്കെ, ഇൻഷാല്ലാ. നമ്മുടെ ചോദ്യം 4 ചോദ്യങ്ങളാണ്. ഓക്കെ, ഒന്ന് മതവുമായിട്ട് ബന്ധപ്പെട്ട്, മറ്റൊന്ന് സാഹിത്യം, മറ്റൊന്ന് പൊതുവിജ്ഞാനം, 4മത്തേത് ഫണ്ണി കുസൃതി ചോദ്യം. ഓക്കെ, ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ ഗ്രാൻഡ് ഹൈപ്പറിന്റെ ഒരു സമ്മാനമുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? ഈസിയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ട് പ്രവർത്തിക്കുന്ന താങ്കൾക്ക് തീർച്ചയായിട്ടും അറിയണം. ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആണോ, അതല്ല പ്രവാചകൻ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ, അതല്ല മൂസ അലൈഹി സ്വലാം ആണോ, അതല്ല യൂസുഫ് അലൈഹി സ്വലാം ആണോ? ആരാണ്? ഓക്കെ, കൊടുത്തോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. ഖുർആനിലെ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ ആരാണ് മോനെ? ഉപ്പക്ക് അറിയാത്തോണ്ടല്ലോ, ഉപ്പ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ്. ഉപ്പ നിങ്ങൾ പറയട്ടെ എന്നാ പറയുന്നത്. നല്ല ഉപ്പ, പറഞ്ഞോളൂ. മൂസ അലൈഹി സ്വലാം കറക്റ്റ് ആൻസർ ആണ്. മോന്റെ പേരെന്താ? മോളാണ്. മോളുടെ പേരെന്താ? അത് ശരി, നിഹാൽ. ഏത് ക്ലാസ്സിലാണ്? ഏത് സ്കൂളിലാണ്? ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ അടുത്ത ചോദ്യം നിന്നോട് തന്നെയാണ്. പക്ഷെ നീ ആൻസർ ചാടി വീണ് പറയണ്ട, ഉപ്പയോടും ഉമ്മയോടൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ഹൂ റിസീവ് നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. സാഹിത്യത്തിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് വാങ്ങിയ വ്യക്തി ആരാണ്? സാഹിത്യത്തിന്, മനസ്സിലായല്ലേ? സാഹിത്യത്തിന് നോബൽ പ്രൈസ് വാങ്ങിയ വ്യക്തി ആരാണ്? അറിയില്ലെങ്കിൽ ഉപ്പയോട് ചോദിച്ചോളൂ, ഉമ്മയോട് ചോദിച്ചോളൂ. ഓക്കെ, തെറ്റിക്കേണ്ട. ഉമ്മ വളരെ ബുദ്ധിജീവിയാണ്. സെൽമാബി. ഓക്കെ, സെൽമാബി ഞാനറിയും. ഓക്കെ, അപ്പോ ബുദ്ധിജീവിയാണ്. ഉമ്മയോട് ചോദിക്കാം, ഉപ്പയോട് ചോദിക്കാം. ക്ലൂ പറയാം. നമ്മുടെ ദേശീയഗാനം എഴുതിയ അതേ വ്യക്തിയാണ്. നമ്മുടെ ദേശീയഗാനം ആരാണ് എഴുതിയിരിക്കുന്നത്? യെസ്, രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നോബൽ പ്രൈസ് വാങ്ങിയത്. സാഹിത്യത്തിന് നോബൽ പ്രൈസ് വാങ്ങിയത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. കറക്റ്റ് ആൻസർ. ഓക്കെ, തേർഡ് വൺ. മൂന്നാമത്തെ ചോദ്യം കേട്ടാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡ്, അതായത് ഏറ്റവും വലിയ പുരസ്കാരം, ഓക്കെ, മിലിറ്ററി ഹോണർ. ഇന്ത്യസ് ഹയസ്റ്റ് മിലിറ്ററി ഹോണർ, മിലിറ്ററി രംഗത്ത് കേട്ടോ. അതായത് മിലിറ്ററി രംഗത്ത്, മിലിറ്ററി അറിയാലോ, മിലിറ്ററി സൈനിക, ഏറ്റവും വലിയ സൈനിക അവാർഡ് ഏതാണ്? സൈന്യത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? ഇന്ത്യസ് ഹയസ്റ്റ് മിലിറ്ററി ഹോണർ. അറിയില്ലെങ്കിൽ ഇപ്പോഴും ചോദിച്ചോളൂ, തെറ്റ് പറയണ്ട. ഓക്കെ, കൊടുക്കും. പരംവീർ ചക്ര കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡിൽ. എന്താ പേര് മോളുടെ? മുൻഷിദാഹനക്ക് ഭാവിയിൽ എന്താവാനാണ് ആഗ്രഹം? ടീച്ചർ. ഏത് സബ്ജക്ട്? മാത്സ് ആണോ, ഇംഗ്ലീഷ് ആണോ, മലയാളമാണോ? ഇംഗ്ലീഷ്. വളരെ നല്ല അഭിപ്രായമാണ്. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചറാണ് ആഗ്രഹം. തീർച്ചയായിട്ടും മോള് ഇംഗ്ലീഷ് ടീച്ചർ ആവും. പ്രൊണൗൺസിയേഷൻ ഒക്കെ സൂപ്പർ പ്രൊണൗൺസിയേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇംഗ്ലീഷ് ടീച്ചർ ആവും കേട്ടാ. താങ്ക് യു. പിന്നെ ഒരു ചോദ്യം കൂടി. 3 ചോദ്യത്തിന് ആൻസർ പറഞ്ഞു. ഇനി ഒരു ചോദ്യത്തിനോട് ആൻസർ പറഞ്ഞാൽ സമ്മാനം കിട്ടും ഗ്രാൻഡ് ഹൈപ്പറിന്റെ. ചോദിക്കട്ടെ? ഇത് കുസൃതി ചോദ്യമാണ്. ഒരു ചിരിയോടുകൂടി ആൻസർ പറഞ്ഞാൽ മതി, അല്ലാതെ ഇങ്ങനെ ഗൗരവത്തിലിരിക്കണ്ട കേട്ടോ. ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ആൻസർ പറയണം. ഏത് വലിയ മനുഷ്യന്മാരും ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ തല കുനിക്കും. ഏതാണ് ആ സ്ഥലം? ഒരു സ്ഥലത്ത് ചെന്നാൽ ഏത് വലിയ മനുഷ്യന്മാരും തല കുനിച്ച് നിൽക്കും. അത് ആ സ്ഥലം ഏതാണ്? തീർച്ചയായിട്ടും. ഏത് വലിയ ആളുകളും അവിടെ ചെന്നാൽ തല കുനിക്കും. ഈ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എത്ര വലിയ ആളുകളാണെങ്കിലും ശരി തല കുനിച്ച് നിൽക്കേണ്ടി വരും. അത് ഏതാണ് സ്ഥലം? എവിടെ പോയാലാണ് നമ്മൾ തല കുനിച്ച് നിൽക്കേണ്ടി വരിക? പറഞ്ഞോളൂ.
ഞാൻ പാലെടുത്ത് കൊടുക്ക. ഇത് നിനക്ക് ധൈര്യം വരല്ലേ പറയാന്? തെറ്റിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പറഞ്ഞോളൂ. ബാർബർ ഷോപ്പ് കറക്റ്റ് ആൻസർ. ഓ, നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിയല്ലോ സംഭവം. ബാർബർ ഷോപ്പാണ്. ബാർബർ ഷോപ്പിൽ ആര് ഏത് വലിയ ആള് രാജാവാണെങ്കിലും ശരി, ആര് പോയി കഴിഞ്ഞാലും തലകുനിക്കണല്ലോ. അപ്പൊ കറക്റ്റ് ആൻസർ. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കുക എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കൈയടി. കാരണം സമ്മാനം കിട്ടിയിട്ടുണ്ട്. 4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് സമ്മാനം കിട്ടിയിരിക്കുന്നു. അപ്പൊ ഗ്രാൻഡ് ഐപ്പന്റെ സമ്മാനം വന്ന് വാങ്ങിക്കണം കേട്ടോ, മറക്കരുത്. അത് നമ്മുടെ പ്രോഗ്രാം ഉണ്ട്, ദമാമിൽ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഏതാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒക്കെ വെച്ച് തരുന്നതാണ്? ഏതാണ് നിങ്ങൾക്ക്? പാട്ടാണോ വേണ്ടത്, അതല്ല നിങ്ങൾക്ക് കവിതയാണോ വേണ്ടത്, അതല്ല ഡയലോഗാണോ വേണ്ടത്? പാട്ടായിക്കോട്ടെ അല്ലേ? പാട്ട് വേണോ, കവിത വേണോ, ഡയലോഗ് വേണോ? പാട്ടായിക്കോട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട്, യേശുദാസിന്റെ നല്ലൊരു ഗാനം നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം. അസ്സലാമു അലൈക്കും. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി. തമ്പുരാട്ടി കുളിർ നീരിൽ മുങ്ങാങ്കുടിയിട്ടല്ലോ. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാമഴകിന്റെ ശില്പങ്ങൾ ഒരുക്കുന്നു. കളിമണ്ണുമെനഞ്ഞെടുത്തു കത്തുന്ന കനലിങ്കൽ പുത്തനാമഴകിന്റെ ശില്പങ്ങൾ ഒരുക്കുന്നു. കണ്ണീരും സ്വപ്നങ്ങളും ആശതൻ മൂശയിൽ മണ്ണിൻ കലാകാരൻ പൊന്നിൻ തിടമ്പാക്കുന്നു. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൻ നിറങ്ങി.
കൈവിരലിൻ തുമ്പുകളിൽ കൽപ്പന തൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു. കൈവിരലിൻ തുമ്പുകളിൽ കൽപ്പന തൻ രൂപങ്ങൾ അത്ഭുതമൂർത്തികളായി അവതരിച്ചിറങ്ങുന്നു. ഭാവന തൻ താഴ്വരയിൽ ജീവിതം ശാന്തിയുടെ പാലലച്ചോലയ പാരിൽ ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിന്നിറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പു. അൽമദീന പ്രസന്റ് സിറ്റി ഫ്ലവർ വോയിസ് ഓഫ് സൗദി അറേബ്യയുടെ ഈ ലക്കം ഇന്നിവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം ഫ്രണ്ട്സ് ക്രിയേഷൻ @live.com. മൊബൈൽ നമ്പർ 00966 5094600972. എല്ലാ ശ്രോതാക്കൾക്കും ഒരു നല്ല ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. ഞാൻ ജോസ് കടമ്പനാട്. ഞാൻ പ്രിൻസി ജോസ്. അസ്സലാമു അലൈക്കും. കാഫിലക്കൂട്ടങ്ങൾ മുസാഫിറുകൾ ദഫ് കൊട്ടിപ്പാടുന്ന നാദം സ്വർഗഭൂമിയിൽ സ്വപ്നം തേടും വ്യഥിത ഹൃദയന്റെ നാദം. അറബ് മണ്ണിൽ അതിരഴാമണൽ കാട്ടിൽ നന്മയുണർത്തുന്ന നാദം. വോയിസ് ഓഫ് സൗദി അറേബ്യ, വോയിസ്